ADHD എന്ന് പറയുമ്പം അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. അതൊരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ കണ്ടീഷനാണ്. ADHD-യുള്ള കുട്ടികൾക്ക് ഫോക്കസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, ഇമ്പൾസസ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അതുപോലെ തന്നെ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതായത് അവർ എന്തെങ്കിലും ഒരു കാര്യം നടക്കുന്നതിൻ്റെ ഇടയിൽ കയറി ഇടപെടും, പിന്നെ ആലോചിക്കാതെ ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കും. റൂൾസ് കൃത്യമായിട്ട് ഒബേ ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ അവർ പെട്ടെന്ന് ദേഷ്യം പിടിക്കും, പെട്ടെന്ന് പ്രതികരിക്കും. അപ്പോൾ ഇതൊക്കെ ഇവർ ചെയ്യുന്നത് ഒരിക്കലും മനഃപൂർവ്വം ചെയ്യുന്നതല്ല. അവരുടെ ബ്രെയിനിന് ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാനും ഇതൊന്നും കൺട്രോൾ ചെയ്യാനും ഉള്ള കഴിവില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അതിനുള്ള ആ ഒരു എബിലിറ്റി അവർക്കില്ലാത്തത് കൊണ്ടാണ് അവരിങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. കണ്ടക്ട് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഒരു ബിഹേവിയറൽ ആയിട്ടുള്ള, അതായത് പെരുമാറ്റത്തിലുള്ളതും അതുപോലെ തന്നെ ഇമോഷണൽ ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ഡിസോർഡറാണ്. കണ്ടക്ട് ഡിസോർഡർ ഉള്ള കുട്ടികൾ എന്ന് പറയുമ്പം അവർ റൂൾസ് എപ്പോഴും ബ്രേക്ക് ചെയ്തുകൊണ്ടേയിരിക്കും, കള്ളം പറയും, കളവുകൾ നടത്തും, അതുപോലെ സാധനങ്ങൾ പ്രോപ്പർട്ടീസ് ഡിസ്ട്രോയ് ചെയ്യുക, അതുപോലെ ആളുകളെയും മൃഗങ്ങളെയൊക്കെ ഉപദ്രവിക്കുക. പിന്നെ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും വീണ്ടും ചെയ്യുകയും ചെയ്യും. ഇതിനെപ്പറ്റി ഒരിക്കലും അവർക്ക് ഗിൽറ്റ് ഉണ്ടാവുകയുമില്ല.